നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ പേര് വിഷ്ണു. ഞാൻ ഇന്നൊരു കാര്യം നിങ്ങളോടത്ത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും യോഗ എന്ന് കേട്ടിരിക്കും. എത്ര പേർ യോഗനിദ്ര എന്നുള്ളത് കേട്ടിരിക്കും എന്നുള്ളത് അറിയില്ല. അപ്പം ഞാൻ യോഗനിദ്രയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ, ജനറലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എന്താണ് യോഗനിദ്ര? യോഗനിദ്ര എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു മെഡിറ്റേഷൻ ടെക്നിക്കാണ്. നിങ്ങൾ പല മെഡിറ്റേഷൻ ടെക്നിക്കുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മെഡിറ്റേഷൻ ടെക്നിക്കാണ് യോഗനിദ്ര. യോഗനിദ്രയിൽ ബേസിക്കലി നമ്മൾ ഒരു സ്ലീപ്പിംഗ് സ്റ്റേറ്റിൽ പോയിട്ട് ആണ് നമ്മളത് ആ ഒരു സംഗതിയിലേക്ക് നമ്മൾ കടക്കുക. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ സ്ലീപ്പിംഗ് അല്ല. ഇപ്പം നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മളെന്താണ് നോർമലി നമ്മൾ ചില സമയത്ത് ഉറങ്ങി പോകാറുണ്ട്. അതേപോലെയല്ല ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഉറക്കമായിരിക്കും ബേസിക്കലി, പക്ഷെ നമ്മുടെ മൈൻഡ് ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ പല ഗുണങ്ങളുണ്ട്. ഓക്കെ, എന്താ പറയുക, അങ്ങനെ മൈൻഡ് ആക്റ്റീവ് ആവുമ്പോൾ നമുക്ക് നമ്മൾ ഇതുവരെ വിചാരിക്കാത്ത പല ഗുണങ്ങളും അല്ലെങ്കിൽ പല ശക്തികളും നമ്മൾ അറിയാതെ തന്നെ നമുക്ക് കിട്ടും. അങ്ങനെ ചെയ്യുമ്പോൾ അത് പല കാര്യങ്ങളായിരിക്കാം. നമുക്ക് ഫോക്കസ് കിട്ടാം. ചിലപ്പോൾ നമുക്ക് കുറച്ച് ഇന്റൻഷൻസ് ആയിരിക്കാം എന്ന് കിട്ടുന്നത്. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കാൻ പോകണമെങ്കിൽ നമുക്ക് മുന്നേ അറിയാം ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ, ചിലർക്കത് കുറവുള്ള ആളുകൾക്കാണെങ്കിൽ അത് നമുക്ക് നല്ല ഉറക്കം തരും, നമ്മളെ ക്വാളിറ്റി സ്ലീപ്പ് നമുക്ക് തരാം. അങ്ങനെ പല ഗുണങ്ങളാണ് ഇത് ചെയ്യുന്നതോടുകൂടി നമുക്ക് കിട്ടുന്നത്. അതുപോലെ നമ്മൾ ഭയങ്കര റിലാക്സ്ഡ് ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് വളരെയധികം ഡിസിഷൻസ് നമുക്ക് ലൈഫിൽ എടുക്കാൻ സാധിക്കും, പല ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ്. അപ്പോൾ പല ആളുകൾക്കും കൺഫ്യൂഷൻസ് ആണ്, എന്തെടുക്കണം, ഈ ഡിസിഷൻ എടുക്കുന്നു, ഈ പോയിന്റിൽ എന്ത് ചെയ്യണം. അപ്പോൾ ഈ ഡിസിഷൻസ് നമ്മൾ എടുക്കാൻ അത്രയും പവർഫുൾ ആയിരിക്കണം നമ്മുടെ മൈൻഡ്. നമ്മുടെ ഇൻറ്റ്യൂഷൻസ് കറക്റ്റ് ആയിരിക്കണം, അല്ലേ? അത് ഡീപ്പായിരിക്കണം. അതേപോലെ അത്രയും റിലാക്സ് ആയിട്ട് വേണം നമ്മളൊരു ഡിസിഷൻ എടുക്കാൻ. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ യോഗനിദ്ര വളരെയധികം നമ്മളെ സഹായിക്കും. അപ്പോൾ ഇതൊരു സിമ്പിൾ പ്രാക്ടീസാണ്. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രാക്ടീസാണ്. ഏൻഷ്യൻ കാലങ്ങളായിട്ട് നമ്മുടെ ഈ ലോകത്ത്, എസ്പെഷ്യലി ഇന്ത്യയിൽ പല ആളുകളും ചെയ്തു വന്നിരുന്ന ഒരു പ്രക്രിയയാണ്. അപ്പം നമ്മൾ തന്നെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടല്ലോ, എങ്ങനെയാണ് ആൾക്ക് ഇത്രയും പവർ കിട്ടുന്നത്, അല്ലെങ്കിൽ ഇത്രയും പൈസ ഉണ്ടാക്കാനുള്ള കഴിവ് ഇവിടുന്ന് കിട്ടി. നമ്മൾ എല്ലാവരും ഒരുപോലെയാണല്ലോ, അങ്ങനെയാണെങ്കിൽ എല്ലാവരും പൈസ ഉണ്ടാക്കുന്നുണ്ടല്ലേ. പക്ഷെ അതല്ല, അത് ചിലർക്ക് ജന്മനാ തന്നെ പല കഴിവുകളും കിട്ടും. ഇതൊന്നും ഒരിക്കലും ഒരു സയൻസ് പുസ്തകത്തിലോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ ബുക്കുകളിലൊന്നും കിട്ടുന്ന സംഗതികളല്ല ഇത്. ഇപ്പോഴത്തെ ഒരു വേർഡ്സ് ഉപയോഗിച്ച് പറയുകയാണെങ്കിൽ യൂണിവേഴ്സൽ പവർന്നോ അറിയാലോ. ഇപ്പോൾ ഈ മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ള ടേംസിലൊക്കെ വരുമ്പോൾ നമുക്ക് അങ്ങനെയാണ് പറയാൻ പറ്റുന്നത്. പക്ഷേ അതൊന്നും അല്ലാതെ തന്നെ ഇതൊരു ആൻഷ്യൻ പ്രാക്ടീസ് ആയിരുന്നു. അത് നമ്മളൊന്നും അറിയാതെ പോയി, അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ചൊന്നും പഠിക്കുന്നില്ല എന്ന് മാത്രം. പക്ഷേ ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ ഏറെയാണ്. അത് സ്ട്രെസ് റിലീഫ് ആയിക്കോട്ടെ, ഉറക്കക്കുറവായിരിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡിസിഷൻ മേക്കിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്ത് കഴിവാണ് ഇത് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് എന്ത് കഴിവുകൾ, നമ്മൾ ഇൻബിൽട്ട് ആയിട്ട് കുറെ കഴിവുകളുണ്ട് നമുക്ക് മനുഷ്യർക്ക്. അത് മനസ്സിലാക്കി തരാൻ യോഗനിദ്ര നമ്മളെ തീർച്ചയായിട്ടും സഹായിക്കും. എന്ന് വെച്ചാൽ സിമ്പിൾ പ്രാക്ടീസുമാണ്, വലിയ ഭാരിച്ച ഒന്നും ചെയ്യാനും ഇല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രാക്ടീസാണ് യോഗനിദ്ര. അപ്പോൾ അതിനെക്കുറിച്ച് വളരെ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കേണ്ടിയിരിക്കുന്നു. കുറച്ച് ഡീപ്പ് സബ്ജക്റ്റുമാണ്, എന്നാൽ സിമ്പിൾ പ്രാക്ടീസുമാണ്. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ഈ കമൻറ്റ് ബോക്സിൽ ഇടുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിലും ഇടുന്നുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും സംശയങ്ങൾ ചോദിക്കാം. കൂടുതലായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ മെസ്സേജ് അയക്കാം. നമസ്തേ.